എല്ലാവർക്കും നമസ്കാരം. ത്രിമധുരം ചാനൽ തുടങ്ങിയതിന് ശേഷം എനിക്ക് കിട്ടിയ ഒരു മഹാഭാഗ്യമാണ് ഇന്ന് ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നത്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എൻ്റെ ഇൻബോക്സിൽ വേണു നങ്ങാട്ടിരി എന്ന് പറഞ്ഞൊരു സുഹൃത്ത് ഒരു പേപ്പർ കട്ടിങ് അയച്ചു തന്നു. എന്നിട്ട് എന്നോട് ചോദിച്ചു, ഇതിനെപ്പറ്റിയൊന്ന് നിങ്ങൾക്ക് പറയാൻ പറ്റുമോ ചാനലിൽ. അപ്പം ഞാനത് ചാനൽ വായിച്ചു നോക്കിയപ്പം അത് കുറച്ച് മുമ്പുള്ള കാര്യമാണ്. അപ്പോൾ ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, കുറച്ച് മുമ്പുള്ള കാര്യമാണ്, പക്ഷേ അപ്പോൾ അദ്ദേഹം അതിൻ്റെ കാര്യങ്ങളൊക്കെ വിശദീകരിച്ച് തന്നു. അപ്പോഴാണ് എനിക്ക് ശരിക്കും അതിൻ്റെ മഹത്വം, ഞാനൊരൊറ്റ ഓടിച്ച് നോക്കിയൊന്ന് വായിച്ചിട്ടേ ഉള്ളായിരുന്നു. പിന്നീടാണ് അത് കൃത്യമായിട്ട് എന്താണ് അതിൻ്റെ ഒരു മഹത്വം എന്ന് മനസ്സിലായത്. അപ്പം ഈ വേണുവേട്ടൻ എന്ന് പറയുന്ന ആൾ ഗുരുവായൂർ പടിഞ്ഞാറേ നടയിൽ ഒരുപാട് കാലം ജോലി ചെയ്തയാളാണ്. അദ്ദേഹത്തിന് പലരുമായിട്ട് ബന്ധമുണ്ടായിരുന്നു, ദക്ഷിണാമൂർത്തി സ്വാമികളൊക്കെ ആയിട്ട്. അങ്ങനെയുള്ള ആ ഒരു ബന്ധത്തിൽ നിന്ന് ആണ് ഈ ഒരു സംഭവം പുറത്തു വന്നത്, അല്ലെങ്കിൽ ഗുരുവായൂരപ്പന് വേണ്ടി സമർപ്പിക്കപ്പെട്ടത്. അത് ഒരു വളരെ മനോഹരമായിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ എന്താണെന്ന് ഞാനത് വായിച്ചു തരാം. ഇത് കുറച്ച് പാസ്റ്റ് ടെൻസ് ആണ്. പാസ്റ്റ് ടെൻസ് എന്ന് വെച്ചാൽ ഈ വായിക്കുമ്പോൾ പണ്ട് നടന്നൊരു 22 കാര്യങ്ങൾ നടന്നത്. അപ്പോൾ എന്താണെന്ന് കേൾക്കുക. ഒരു മഹാഭാഗ്യം തന്നെയാണ് സത്യം പറഞ്ഞാൽ. ഇത് ഈ വീഡിയോ എത്ര ആള്, ഇതിൻ്റെ ഒരു യൂട്യൂബ് ലിങ്ക് ഞാൻ കൊടുക്കുന്നുണ്ട്. ഞാൻ പറയുന്ന ചാനലിൻ്റെ അല്ല, ഈ പറയാൻ പോകുന്ന കാര്യത്തിൻ്റെ. അപ്പം ഒന്ന് കേട്ടു നോക്കാം. ഓർമ്മയിലെ പാട്ടുപൂക്കളാൽ വിഷുവിന് കൃഷ്ണാർച്ചന. അക്കിത്തവും വി ദക്ഷിണാമൂർത്തിയും ചേർന്നൊരുക്കിയ കൃഷ്ണഗീതികൾ ആദ്യമായും ഈ വിഷുവിന് മനോരമ മ്യൂസിക്കിലൂടെ പുറത്തു വരുന്നു. ഈ വിഷു എന്ന് പറയുന്നത് ഇതിനു മുമ്പേ ഇത് പ്രസിദ്ധീകരിച്ച സമയത്താണ്. കവിതയുടെ വാടാത്ത പൂക്കൾ കൊണ്ട് ഈണങ്ങളുടെ മായാത്ത ചരട് ചേർത്ത് ഈ ഗാനമാല്യങ്ങൾ കൊരുത്തുവെച്ചിട്ട് കാലം കുറേയായി. പക്ഷേ കവിയും സംഗീതകാരനുമില്ലാത്ത ഇപ്പോഴാണ് ഈ പാട്ടുകൾക്ക് പിറക്കാൻ യോഗം. അക്കിത്തം അച്യുതൻ നമ്പൂതിരി രചിച്ച 11 കൃഷ്ണഗീതികൾ വി ദക്ഷിണാമൂർത്തിയുടെ സംഗീതത്തിൽ പുറത്തു വരുന്നത് മനോരമ മ്യൂസിക്കിലൂടെയാണ്. കടമ്പിൻ പൂക്കൾ എന്ന ഈ ആൽബത്തിലെ എല്ലാ ഗാനങ്ങളും പാടിയിരിക്കുന്നത് മധു ബാലകൃഷ്ണൻ. മധുവിൻ്റെ ഭാര്യ സഹോദരൻ ദീപു ശാന്താണ് ആൽബത്തിൻ്റെ പ്രൊഡ്യൂസർ. അക്കിത്തവും ദക്ഷിണാമൂർത്തി സ്വാമിയും തമ്മിലുള്ള സ്നേഹബന്ധം അക്കിത്തത്തിൻ്റെ ആകാശവാണി ജോലിക്കാലത്തോളം പഴക്കമുള്ളതാണ്. ആകാശവാണിക്ക് വേണ്ടി എത്രയോ ലളിതഗാനങ്ങൾ ഒരുക്കിയ അക്കിത്തമോ സിനിമയ്ക്ക് സംഗീതഭാവത്തിൻ്റെ പ്രൗഢി പകർന്ന സ്വാമിയോ അന്നൊന്നും ചിന്തിക്കാത്തൊരു കൂട്ടുകെട്ടിനെ പിൽക്കാലത്ത് വിളക്കിച്ചേർത്തത് ഇരുവരുടെയും പ്രിയ സഹചാരിയായിരുന്ന വേണു ഞാങ്ങാട്ടിരിയാണ്. അക്കിത്തത്തിൻ്റെ കടമ്പിൻ പൂക്കൾ എന്ന കൃഷ്ണസമാഹാരത്തിൽ നിന്നും 11 തിരഞ്ഞെടുത്ത് സ്വാമിക്ക് എത്തിച്ചതും വേണു തന്നെ. സ്വാമിയുടെ മകൾ വിജയയുടെ പാലക്കാട്ടെ വീട്ടിൽ വെച്ചായിരുന്നു പാട്ടുകൾ ചിട്ടപ്പെടുത്തിയത്. പിന്നീട് മധു ബാലകൃഷ്ണനെ ചെന്നൈയിലേക്ക് വരുത്തി സ്വാമികൾ പാട്ടുകൾ പഠിപ്പിച്ചു. സ്വാമിയും അക്കിത്തവും മരിക്കും മുൻപേ എറണാകുളത്ത് വെച്ച് റെക്കോർഡിങ്ങും കഴിഞ്ഞു. പക്ഷേ പാട്ടുകൾ പ്രകാശിതമാകാൻ പിന്നെയും ഒരുപാട് വർഷങ്ങൾ നീണ്ടു. 2013 സ്വാമിയും 2020 അക്കിത്തവും ഓർമ്മയായി. ഒടുവിൽ ആ മഹൽ സാന്നിധ്യങ്ങളില്ലാതെ മനോരമ മ്യൂസിക്കിൻ്റെ യൂട്യൂബ് ചാനലിലൂടെ ഈ വിഷുവിന് ആൽബം പുറത്തു വരുന്നു. ബാലു ആർ നായരുടേതാണ് ദൃശ്യ സംവിധാനം. ഈ വിഷു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കഴിഞ്ഞ മുമ്പേയുള്ള വിഷുവിനാണ് പുറത്തു വന്നത്. പക്ഷേ നിങ്ങൾ നോക്കുക, ആരായിരുന്നു ദക്ഷിണാമൂർത്തി സ്വാമികളും അക്കിത്തവും എന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരേണ്ട ആവശ്യമില്ല. നമ്മുടെ സംഗീത ലോകം, കവിതാലോകം ഇത്രയും മനോഹരമായത് ഇവരൊക്കെ ഒരു ആൽമരം പോലെ, ഒരു വടവൃക്ഷം പോലെ ഇതിന് മുകളിൽ, സംഗീത ലോകത്തിന് മുകളിൽ ഇങ്ങനെ വിരാജിച്ചു നിന്നത് കൊണ്ട് തന്നെയാണ്. ഒരു സംശയവുമില്ല. രണ്ടുപേരും, അക്കിത്തവും ദക്ഷിണാമൂർത്തിയും, നമ്മൾ ആ രൂപം ഓർക്കുമ്പം തന്നെ നമ്മുടെ ചെമ്പൈ ഭാഗവതരൊക്കെയാണല്ലേ നമുക്ക് മനസ്സിലേക്ക് വരിക. അങ്ങനെയുള്ള രണ്ടുപേരെ ഒരുമിച്ചിട്ട് എനിക്ക് അയച്ചു തന്നത് ഇദ്ദേഹം തന്നെയാണ്, വേണുവേട്ടൻ തന്നെ പറയാം. ഞങ്ങൾ പരിചയപ്പെട്ടിട്ടില്ല, ഒന്നും സംഭവിച്ചിട്ടില്ല, ഒരു ചാറ്റിൻ്റെ പരിചയം മാത്രമേ ഉള്ളൂ. പക്ഷേ ഈ ഒരു കാര്യം ഒരുപാട് കാലത്തെ അനുഭവമുള്ളത് മാതിരിയാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. വായിച്ചാൽ ചില കാര്യങ്ങൾ നമുക്ക് വായിച്ചാൽ ഒരു സെക്കൻഡ് കൊണ്ട് നമുക്ക് സ്ട്രൈക്ക് ചെയ്യൂലേ. അപ്പം എന്ത് തന്നെയായാലും ഇതിൻ്റെ ആ ഒരു മ്യൂസിക് ആൽബത്തിൻ്റെ ലിങ്ക്, യൂട്യൂബ് ലിങ്ക് ഞാൻ ഇതിൻ്റെ കമൻറ്റ് ബോക്സിൽ കൊടുക്കുന്നുണ്ട്. കാണാത്തവരൊക്കെ കാണുക, അഭിപ്രായങ്ങളൊക്കെ പറയുക. മനോഹരമാണ് ഈ ലോകം. ഇത്രയും കാലത്തിന് ശേഷം എന്നിലേക്ക്, ഈ ത്രിമധുരത്തിലേക്ക് ഈ സംഭവം എത്തുക എന്ന് പറയുന്നത് അത് ഗുരുവായൂരപ്പൻ്റെ ഒരു അനുഗ്രഹം തന്നെയാണ്. അപ്പോൾ എന്തു തന്നെയായാലും നിങ്ങൾക്ക് സമർപ്പിക്കുന്നു ഈ മഹാഭാഗ്യം. ഹരേ കൃഷ്ണ.